സുഖസാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കണ്ടിന്യൂറ്റി ഡിഫറൻസിയേഷനിലെ ഒരു സൂപ്പർ ക്വസ്റ്റൻ ആണ് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ മാറി വരുന്ന പ്രോബ്ലംസുകളെ പഠിക്കണം. അതായത് ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവനാണ് പ്രോബ്ലം നിങ്ങൾക്ക്. അപ്പൊ ഇവനെ ഒന്ന് കവർ ചെയ്യാന്നുള്ളത് എക്സാം ഈ മോഡുലസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ക്വസ്റ്റൻ നോക്കിക്കേ, ഫൈൻഡ് കെ ഇഫ് എഫ് ഓഫ് എക്സ് is kx by modulus x, x less than 0 and 3 x greater than or equal to 0 is continuous at x equal to 0. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണം 0-ൽ. അങ്ങനെ ആകണമെങ്കിൽ കെയുടെ വാല്യൂ ആരായിരിക്കണം? അതാണ് നമ്മുടെ ക്വസ്റ്റൻ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് കിട്ടും, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഏറ്റവും നല്ല മാർക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാനുള്ള എല്ലാ രീതികളും, അതേപോലെ അതിനോട് നോട്ട്സുകളും, പിന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റൻ പാക്കേജും എല്ലാം കിട്ടും. ജോയിൻ ചെയ്യാൻ താഴെ നമ്മുടെ നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ ലെഫ്റ്റ് ലിമിറ്റിനെ കണ്ടുപിടിക്കണം. കണ്ടല്ലോ, ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ ആണ് ലെഫ്റ്റ് ലിമിറ്റ്, റൈറ്റ് ലിമിറ്റ്. അതൊന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്, ഇങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സിന് പകരം ലെഫ്റ്റ് ലിമിറ്റ് ആകുമ്പോൾ ലെസ് ദാൻ സൈൻ നേരെയുള്ള കെ എക്സ് ഡിവൈഡഡ് ബൈ ആരാണ്? മോഡുലസ് എക്സ്. ഇനി ഈ മോഡുലസ് എക്സിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ്. ഓക്കെ, മോഡുലസ് എക്സിന് നമുക്ക് 3 വാല്യൂസ് ഉണ്ട് മോനെ. മോഡുലസ് എക്സിന് എക്സ് എന്നുണ്ട്, 0 എന്നുണ്ട്, മൈനസ് എക്സ് എന്നുണ്ട് കേട്ടോ. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂസ് ഓഫ് എക്സ്. ഇവിടെ ആകുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0, ഇവിടെ ആകുമ്പോൾ എക്സ് ഈക്വൽ 0, ഇവിടെ ആകുമ്പോൾ എക്സ് ലെസ് ദാൻ 0. ഇതാണ്. അപ്പൊ മോഡുലസ് എക്സിന്റെ ഈ 3 വാല്യൂസിൽ ആരെ എടുക്കണം എന്നുള്ളതാണ്. ഇവിടെ നമ്മളിപ്പോ ലെഫ്റ്റ് ലിമിറ്റ് ആണ്, അപ്പൊ ലെസ് ദാൻ 0 ആണ്. ശരിയല്ലേ? നോക്കിക്കേ, 0 നമ്മൾ നമ്പർ ലൈന് 0 ഇവിടെയാണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കുക. അപ്പൊ 0യുടെ ലെഫ്റ്റിലാണ്, 0യുടെ ലെഫ്റ്റിലുള്ള എല്ലാം 0ക്കാരും ചെറുതാ, ലെസ് ദാൻ 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മോഡുലസ് എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 0-ലുള്ള മൈനസ് എക്സിനെയാണ് ചൂസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് 0 kx ഡിവൈഡഡ് ബൈ മോഡുലസ് എക്സിന് പകരം ആരെ കൊടുക്കണം? മോഡുലസ് എക്സിന് പകരം മൈനസ് എക്സ് എന്ന് കൊടുക്കണം. ഓക്കെ, അതൊരു എക്സ് ക്യാൻസൽ ആയിക്കൊണ്ട് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് 0 മൈനസ് ഈ എക്സ് വെട്ടിപ്പോയി കഴിഞ്ഞാൽ മൈനസ് കെ. മൈനസ് കെ ഇസ് എ കോൺസ്റ്റന്റ്, therefore ആൻസർ ആരത്തിന് കിട്ടി? മൈനസ് കെ. അപ്പൊ ഈ ലെഫ്റ്റ് ലിമിറ്റ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് മൈനസ് കെ. നെക്സ്റ്റ് എന്താണ് മോനെ? റൈറ്റ് ലിമിറ്റ്. റൈറ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഗ്രേറ്റർ ദാൻ 0 തന്നെ ഇവിടെയാണ് കേട്ടല്ലോ. ദാറ്റ് ഈസ് അതിന്റെ നൊട്ടേഷൻ എങ്ങനെ എഴുതുന്നുണ്ട്? ഈ മൈനസ് മാറ്റി പ്ലസ് ആക്കിയാൽ മതി. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് 0 പ്ലസ് എഫ് ഓഫ് എക്സിന് പകരം ആരെ കൊടുക്കണം? 3 ഈസ് എ കോൺസ്റ്റന്റ്, therefore ആൻസർ ആരെ തന്നെ കിട്ടും? 3 തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ലെഫ്റ്റും കിട്ടി, റൈറ്റും കിട്ടി. സിൻസ് ഫംഗ്ഷൻ ഈസ് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട് മോനെ? കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ എല്ലും ആറിലും എന്തായേ പറ്റൂ? ഈക്വൽ ആയേ പറ്റുമല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റെപ്പ് എഴുതണേ. സിൻസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്, therefore ലെഫ്റ്റ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. ലെഫ്റ്റ് ലിമിറ്റ് നമുക്ക് കിട്ടിയത് മൈനസ് കെ ആണ്, റൈറ്റ് ലിമിറ്റ് കിട്ടിയത് 3 ആണ്. therefore മൈനസ് കെ ഈക്വൽ 3, therefore കെ ഈക്വൽ എത്രയാണ്? -3. ഓക്കെ, അത്രയുമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റൻസുകൾ വേണം പഠിക്കാൻ. അപ്പൊ കുഴപ്പമില്ലല്ലോ, മനസ്സിലായല്ലോ അല്ലെ? മനസ്സിലായെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യാം. ഇതേപോലെ ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും മക്കളെ. എല്ലാവരും നന്നായിട്ട് പഠിച്ചോണം. എക്സാം ഒക്കെ ആകുമ്പോൾ അടിപൊളി ക്വസ്റ്റൻസുകൾ എക്സാമിന് വരുന്നത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ കിട്ടിയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അപ്പം നന്നായിട്ട് പഠിച്ചു പോകാൻ പറ്റും. ഏറ്റവും സിമ്പിൾ മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.